വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ. ഇന്നും കൂടെ ആ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചേ, ഞാൻ എങ്ങനെയാണ് ഇത്ര സ്മൂത്തായിട്ട് ഓടിച്ച് പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയിട്ട് ആകെ 3 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ അത് പറയുമ്പോൾ എല്ലാവരും ശരിക്കും എന്നിട്ടാണ് ഇത്രയും ഫ്ലോയിൽ വണ്ടി ഓടിക്കുന്നതെന്ന്. അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ഈ വണ്ടി ഓടിച്ച് പഠിച്ചത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേര് പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഹസ്ബൻഡ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു, നടന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് 2 പേര് പഠിപ്പിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. എന്നിട്ടും ഫൈനലി ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. അതെങ്ങനെയാണ് ഞാൻ തന്നെ പഠിക്കാൻ കാരണം, അതൊരു ചെറിയൊരു ടിപ്പ് ഉണ്ട് അതിന്. ആ ഒരു ചെറിയ ടിപ്പിൽ കൂടെയാണ് ഞാൻ വേഗത്തിൽ സ്മൂത്തായിട്ട് പഠിച്ചത് കേട്ടോ. അപ്പം ആദ്യം ഞാൻ പഠിച്ച എൻ്റെ വണ്ടി ഓടിച്ച് ഞാൻ കാർ ഓടിച്ച് പഠിച്ച സാരഥി ഇവനാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഓൾട്ടോ 800 വണ്ടി ഇവനിലാണ് ഞാൻ ആദ്യം വണ്ടി ഓടിച്ച് പഠിച്ചത്. പിന്നെയാണ് എൻ്റെ എല്ലാ വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സ്മൂത്ത് ഡ്രൈവിങ് എങ്ങനെയാണ് ചേച്ചി ഇത്രയും ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അത് ഇതിൽ നിന്നാണ് ഞാൻ ഗ്രാജുവലി ഇതിലേക്ക് ആയത് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചതിൻ്റെ മെയിൻ സീക്രട്ട് എനിക്ക് പറഞ്ഞു തന്ന ആള് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജോസഫാണ് കേട്ടോ. കാരണം അത് വരാൻ കാരണം ഒരു ദിവസം ഇതുപോലെ തന്നെ വണ്ടി ആദ്യം വാങ്ങിച്ചു. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണേക്ക് മുന്നേ തന്നെ 800 വാങ്ങിച്ചു. എനിക്ക് ഓടിക്കാൻ ഒരു കംഫർട്ടും, വലിയ വണ്ടികളിലൊന്നും ഓടിക്കാൻ ഇത്തിരി പാടായിരിക്കുമല്ലോ. അങ്ങനെ നോക്കിയിട്ടാണ് കൊച്ചു വണ്ടി എടുത്തത്. അപ്പം അന്ന് ഏറ്റവും കൊച്ചു വണ്ടി എന്ന് പറയുന്നത് 800 ആയിരുന്നു, ഓൾട്ടോ 800. അപ്പം അതുകൊണ്ടാണ് അതെടുത്തത്. അപ്പം അത് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് ഓടിക്കാൻ അറിയില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സിനോ, അന്ന് പപ്പയ്ക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇപ്പോഴാണ് പപ്പയും പഠിച്ചത് കേട്ടോ. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പപ്പേനെ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്ത് കുറച്ച് എന്താ പറയുക ഓടിക്കാനായിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കും. അപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അതും പഠിച്ചില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ ക്ലച്ച് ചവിട്ടുന്നു, പയ്യെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു, പയ്യെ റിലീസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞ് എന്നെ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു സിങ്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം അത്യാവശ്യം ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി അത്യാവശ്യം ഓടിക്കാൻ അറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇത് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടിപ്പ് കേട്ടോ. അപ്പം ഒരു ദിവസം ഇതുപോലെ വീട്ടിലേക്ക് ഇതുപോലെ ഗ്രൗണ്ടിൽ ഓടിക്കാൻ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു. പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു എനിക്കതിന് ടൈമില്ലടി, വേഗം 2 റൗണ്ട് ഓടിച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം പഠിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരിയിടാന്ന് പറഞ്ഞു. ഈ വണ്ടി ഭയങ്കര സ്മൂത്തായിട്ട് കൊണ്ടുപോയത് അതിൽ ഞാൻ പഠിച്ചത് പിന്നെയാണ്. ഇതിൽ ഞാൻ പഠിക്കുമ്പോഴും എനിക്ക് ആദ്യം ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം അത് കൊച്ചു വണ്ടിയിൽ പഠിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇത്രയും വലിയ വണ്ടിയിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ ഈ നീളം കൂടുതലായ കാരണം കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ തിരിക്കാൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇതും ഞാൻ പയ്യെ ഞാൻ തന്നെ ഓടിച്ച് പയ്യെ ആ പേടി മാറ്റിയെടുത്താണ് കേട്ടോ. ആദ്യം ഞാൻ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനില്ല, വണ്ടി ഓടിക്കാനും എടുക്കാതിരിക്കാൻ വേറെ ഓപ്ഷനില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് വണ്ടി എടുക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ പയ്യെ ഈ വണ്ടി എടുത്തു തുടങ്ങിയത്. അതും പേടിച്ചിട്ട് ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആള് പോയതിന് ശേഷം ആളുടെ ഒപ്പം ഓടിക്കുമ്പോൾ ആളൊന്നെങ്കിൽ അടുത്തിരുന്നുകൊണ്ട് ഇങ്ങനെ പേടിപ്പിക്കും, അത് ചവിട്ട്, ഇത് മാറ്റും, ബ്രേക്ക് ഔട്ട്, നമ്മുടെ കലി സിനിമയില്ലേ, അത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം എനിക്ക് ഒന്നും കൂടി ടെൻഷനായിരുന്നു. ആള് നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വണ്ടി എടുത്തു. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങടേക്ക് ഞാൻ രണ്ടും കൽപ്പിച്ച് ധൈര്യപൂർവ്വം ഞാനിത് എടുത്തു. അങ്ങനെ വീടെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഓക്കെ നീളുള്ള വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഭയങ്കര കംഫർട്ടായത്. പിന്നെ എപ്പോഴും ഈ വണ്ടി എടുത്ത് ഭയങ്കര സ്മൂത്തായി. ചെറിയൊരു സ്ക്രാച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരു തവണ വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് മൂലം വന്നതല്ല, അത് ഇങ്ങോട്ട് കയറി വന്നത്. അതല്ലാതെ അങ്ങനെ ഒരു സംഭവം ടച്ച് വുഡ് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി ആ ഒരു ടിപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് 800ലേക്ക് പോകാം. ആദ്യം തന്നെ എനിക്കൊരു അഡ്വൈസ് തരാനുള്ളത്, ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ പണ്ടത്തെ വീട് കണ്ടവർക്കറിയാം, കുഞ്ഞൊരു ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് കുഞ്ഞു റോഡിലേക്ക് എടുക്കണം. അപ്പം കയറ്റി ഇടാനും ഇറക്കാനും കുറച്ച് ഡിഫിക്കൽട്ട്. അപ്പോൾ വളവും തിരിവൊക്കെ അങ്ങനെ ഭയങ്കര വഴക്കം വന്നു. അപ്പം ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു പ്ലെയിൻ ഗ്രൗണ്ടിലിട്ട് പഠിക്കാനായിരിക്കും. കാരണം ആദ്യമായിട്ട് വണ്ടി കയറുന്നവർ പെട്ടെന്നൊക്കെ വണ്ടി നീങ്ങി പോയാലും എവിടെ ചെന്ന് ഇടിക്കില്ലല്ലോ. സോ ആ ടിപ്പ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ക്ലച്ചും ബ്രേക്കൊക്കെ പിടിച്ച്
പയ്യെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഓർഡറിൽ തന്നെ ആയിരിക്കണം എന്നില്ല എല്ലാവരും ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. തെറ്റ് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ വണ്ടി ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പയ്യെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, ഫസ്റ്റിൽ കിട്ടു. അപ്പം ഇപ്പോഴും എൻ്റെ 2 കാലും ക്ലച്ചിലും ബ്രേക്കിലും തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടി ഫസ്റ്റിൽ ഗിയറിലേക്ക് ഇട്ടാലും വണ്ടി മൂവ് ആവില്ലല്ലോ. അതിനുശേഷം പയ്യെ ക്ലച്ച് മാത്രം എന്താ ഇങ്ങനെ പയ്യെ റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വണ്ടി ഇങ്ങനെ പയ്യെ മൂവ് ആവും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പയ്യെ ക്ലച്ച് എടുക്കുന്ന ഒരു ഹാഫ് ക്ലച്ച് എന്നുള്ളൊരു സംഭവം ഉണ്ട്, അതിൽ വണ്ടി മൂവ് ആവും. എന്നെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പയ്യെ ബ്രേക്ക് ചെയ്ത് കാലെടുത്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആക്സിലേറ്റർ കൊടുക്കണം. അങ്ങനെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ബിഗിനിങ് ടൈമിൽ ആ റിലീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആക്സിലേറ്റർ കൊടുക്കാൻ പറയുമ്പോൾ ആ ഒരു സംഭവം, ആ ഒരു നീക്ക് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഡ്രൈവിംഗ് സ്കൂളിലും പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്താ വെച്ചാൽ ക്ലച്ചിൽ നിന്ന് പയ്യെ എടുക്കുന്നു, അപ്പം തന്നെ ആക്സിലേറ്റർ വണ്ടി ഓഫായി പോകും. അപ്പം അങ്ങനെ ഓഫ് ആവുന്നവർക്കുള്ള ഒരു ടിപ്പാണ്, ആക്സിലേറ്റർ അപ്പം തന്നെ കൊടുക്കണം എന്നില്ല. പയ്യെ ക്ലച്ചിൽ നിന്ന് ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ തന്നെ പയ്യെ ഒന്ന് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടും. ആ സമയത്താണ് ഞാൻ ആക്സിലേറ്റർ കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഓടിച്ചപ്പോൾ എനിക്ക് ശീലമായി ആക്സിലേറ്റർ കൊടുക്കാൻ, ആ ഇതൊക്കെ സംഭവം ശരി. അപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം ഇതുപോലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, സമയമില്ല, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ സമയമില്ല, വേഗം നമുക്ക് വണ്ടി ഒരു റൗണ്ട് ഓടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവനാണ് എന്നോട് പറഞ്ഞത്, നീ ആക്സിലേറ്റർ ഇപ്പോൾ കൊടുക്കണ്ട, ഹാഫ് ക്ലച്ചിൽ വണ്ടി നിർത്തുമ്പോൾ പയ്യെ തന്നെ വണ്ടി മൂവ് ആയിക്കോളും. അങ്ങനെ മൂവിലേക്ക് വരുമ്പോൾ തന്നെ പയ്യെ അതിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ എടുത്ത് വന്നിരുന്നു. അങ്ങനെ ഇവൻ വണ്ടി വീണ്ടും ഞങ്ങളൊരു റൗണ്ട് ഓടിച്ചു കഴിഞ്ഞ് വന്നു. ഈ കുഞ്ഞു വഴിക്കൂടെയൊക്കെയാണ് ഞാനൊന്ന് പോയത് കേട്ടോ. അതിനുശേഷം വണ്ടി വീണ്ടും അകത്ത് കൊണ്ട് കയറ്റിയിട്ടു. എന്നിട്ട് അവൻ പറഞ്ഞു ഇങ്ങനെ എന്താ അടുത്ത ദിവസം എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ വന്ന് പഠിപ്പിക്കാം. പക്ഷെ അന്ന് ലിറ്റി ആൻറ്റി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ലിറ്റി എന്നോട് പറഞ്ഞു, എന്തായാലും നീ ഒരു റൗണ്ട് ഓടിച്ചതല്ലേ, അപ്പം നീ ഒന്ന് എടുത്ത് നോക്ക്, ഞാൻ കൂടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ കൂടെ ഇരിക്കാം, ഒന്നും ഉണ്ടാവില്ല, നീ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കാം. അപ്പം എനിക്ക് ടെൻഷനുണ്ട്, പക്ഷെ ഇവള് ഭയങ്കര കോൺഫിഡൻസാണ് എനിക്ക് തന്നെ. ഇവള് സൈഡിൽ കയറിയിരുന്നു. ഞാൻ ദൈവത്തിനൊക്കെ വിളിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഗിയർ ഇട്ടു. ഹാഫ് ക്ലച്ചിൽ വണ്ടി മൂവ് ആയപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി, വണ്ടി മൂവ് ആവുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ട് പയ്യെ ഒരു റൗണ്ട് ആദ്യം അടിച്ചിട്ട് വന്നു. അതേപോലെ തന്നെ അവൾ എന്നോട് പറഞ്ഞു വണ്ടി നിർത്താൻ വരട്ടെ, ഒരു റൗണ്ട് കൂടിയും പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടാണ് ഓടിക്കണേന്ന് ഓർക്കണം, വേറെ ഒരു ഗിയറും മാറുന്നില്ല. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് തന്നെ ഒരു റൗണ്ട് അടിക്കും, സെക്കൻഡ് റൗണ്ട് അടിക്കും, അങ്ങനെ 3 റൗണ്ട് അടിച്ചപ്പോഴത്തേനും ഫസ്റ്റ് ഗിയറിൽ വണ്ടി മൂവ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. ഫസ്റ്റ് ഗിയറിൽ മാത്രമായിട്ട് വണ്ടി ഓടിച്ച് പഠിച്ചൊരു വ്യക്തി ഞാൻ മാത്രമായിരിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോൾ അവൾ വീണ്ടും എന്നോട് വണ്ടി എടുക്കുക പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഗിയറിലിട്ട് ഒരു ദിവസം പഠിച്ചു, പിന്നെ തേർഡ് ഗിയർ ഇട്ടു. അങ്ങനെ 4ാമത്തെ ഗിയർ ആയപ്പോഴത്തേക്കും ഞാൻ അന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു ഏവിയേഷൻ. അത് ഇവിടെ അടുത്ത് തന്നെയാണ്, അങ്കമാലി അടുത്ത് തന്നെയാണ്. അപ്പോൾ ലിറ്റി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്കൊരു ദിവസം ഈ സർവീസ് റോഡ് കൂടി പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, സർവീസ് റോഡ് കൂടി പോകാം, അവൾ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർവീസ് റോഡിലേക്ക് വിത്തിൻ എ വീക്ക് എനിക്ക് എടുക്കാൻ പറ്റി. 4th ഗിയറിൽ നിന്ന് 5th ഗിയറിലേക്ക് സർവീസ് റോഡ് കയറിയപ്പോഴത്തേനും ഞാൻ ഓടിച്ച് പഠിച്ചു. അങ്ങനെ 1 ഗിയറിലിട്ട് 2 ഗിയറിലിട്ട് 3 ഗിയറിലിട്ട് അങ്ങനെ ഗ്രാജുവലിയാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. പിന്നെ അങ്ങോട്ട് ഫുൾ തറപ്പിക്കലായിരുന്നു. പിന്നെ ഇത് കേൾക്കുമ്പോൾ തള്ളാന്ന് വിചാരിക്കും, പക്ഷെ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്. 1 ഗിയറിലിട്ട് തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചത്. അതും ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം ആ ഒരു ക്രെഡിറ്റ് എപ്പോഴും ലിറ്റിക്കും ഉണ്ട്, ജോസഫിനും ഉണ്ട്. ഇവർ 2 പേരാണ് എന്നെ വണ്ടി ഓടിച്ച് പഠിപ്പിച്ചതിൻ്റെ മെയിൻ ആൾക്കാർ. അതിനുശേഷം ഇപ്പോൾ എല്ലാ വണ്ടിയും ഓടിക്കും. ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റുള്ള വണ്ടി ഓടിക്കാറുണ്ട്. ഒരു തവണ ഞാൻ വണ്ടി എടുത്ത് ഫ്രണ്ട്സിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് സമയത്ത് അതും ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ എപ്പോഴത്തെയും സാരഥി. ഇവനെ ഞാൻ അത്യാവശ്യം അങ്കമാലിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കുഞ്ഞു വണ്ടിയാണ്, കാരണം ട്രാഫിക്കിലൊന്നും കിടക്കണ്ടല്ലോ, സുഖമായിട്ട് കയറി ഇറങ്ങി പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റോറി. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. കേൾക്കുമ്പോൾ കുറച്ച് കോമഡി ഉണ്ടാവും, കുറച്ച് തള്ളായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതാണ് നടന്ന സംഭവം. അത് 2 അറിയാവുന്ന ആൾക്കാർ, ഒന്ന് ലിറ്റിയും ജോസഫുമാണ്. അവർ 2 പേരുമാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ബബായ്. എൻ്റെ കൊച്ചു പാവൻ്റെ അപ്പൂസാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. വേർത്ത് കുളിച്ച് വെയിലത്തിരുന്നിട്ട് ഞാൻ അവനിവിടെ അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇനി ഞാൻ നരകിപ്പിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ബൈ.